എല്ലാവർക്കും നമസ്കാരം. സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന പ്രസവങ്ങളെ ആശുപത്രിക്കാർ വന്ന് ആകെ കോംപ്ലിക്കേറ്റഡ് ആക്കി എന്നാണ് നമ്മുടെ അഖിൽമാരാർ പറയുന്നത്. എന്തായാലും അതിനെപ്പറ്റി കൂടുതൽ പറയുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ, ഒരു 3-4 ചോദ്യങ്ങൾ അഖിൽമാരാരോട് ചോദിക്കാനുണ്ട്. അതിൽ ആദ്യത്തെ ചോദ്യം, എന്തായാലും ഇത്ര ആധികാരികമായിട്ട് പ്രസവത്തെ പറ്റിയും അത് ഇത്ര കണ്ട് എൻജോയ് ചെയ്യുന്ന ഒരു സംഭവമാണെന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു എക്സ്പീരിയൻസ് അല്ലേ, അത് എക്സ്പീരിയൻസ് ചെയ്ത ആളുകൾക്കാണ് അത്ര ആധികാരികമായിട്ട് പറയാൻ പറ്റുക. അപ്പോൾ അഖിൽമാരാരെ എത്ര പ്രസവിച്ചിട്ടുണ്ട് എന്നറിയാൻ എനിക്ക് ചെറിയൊരു ആകാംക്ഷയുണ്ട്. ഇനി അല്ല, എൻ്റെ അറിവ് വെച്ചിട്ട് അഖിൽമാരാർക്കും ഭാര്യയ്ക്കും 2 കുട്ടികളാണ്, 2 പെൺമക്കളാണ്. അത് അഖിൽമാരാരുടെ ഭാര്യ നടത്തിയ പ്രസവങ്ങളാണെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം, അഖിൽമാരാരുടെ ഭാര്യ എവിടെ വെച്ചിട്ടാണ് പ്രസവിച്ചത്? വീട്ടിൽ വെച്ചിട്ടാവണമല്ലോ. ഇപ്പം അങ്ങനെ എൻജോയ് ചെയ്തിട്ട് പ്രസവിക്കണമെന്നുണ്ടെങ്കിൽ ആശുപത്രിക്കാർ ഒബ്വിയസ്ലി അത് കോംപ്ലിക്കേറ്റഡ് ആക്കി എന്ന് പറയുമ്പോൾ എന്തായാലും ആശുപത്രി പോവാതെ വീട്ടിലായിരിക്കണം പ്രസവം നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന 2 പ്രസവങ്ങളും നടന്നത് വീട്ടിലാണോ ആശുപത്രിയിലാണോ? രണ്ടാമത്തെ ചോദ്യം. ഇനി മൂന്നാമത്തെ ചോദ്യം, വീട്ടിലല്ല ആശുപത്രിയിലാണ് ഈ 2 പ്രസവങ്ങളും നടന്നതെന്നുണ്ടെങ്കിൽ അതെന്തൊരു പരിപാടിയാണ്? എന്തുകൊണ്ട് സ്വന്തം ഭാര്യയ്ക്ക് ആ എൻജോയ്മെന്റ് അഖിൽമാരാർ നിഷേധിച്ചു? ഇത്ര കണ്ട് എൻജോയ്മെന്റ് ഉള്ളൊരു പരിപാടി എന്തുകൊണ്ട് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന ആശുപത്രിയിൽ കൊണ്ടുപോയി ഈ 2 പ്രസവങ്ങൾ നടത്തി ആ ഒരു എൻജോയ്മെന്റിനുള്ള അധികാരം അല്ലെങ്കിൽ അതിനുള്ള അർഹത എന്തുകൊണ്ട് സ്വന്തം ഭാര്യയ്ക്ക് നിഷേധിച്ചു? ഈ 3 ചോദ്യങ്ങൾ എനിക്ക് ആദ്യമേ അഖിൽമാരാരോട് ചോദിക്കാനുണ്ട്. അപ്പോൾ ഇതിനൊരു ഉത്തരം കിട്ടുവോ കിട്ടാതിരിക്കുകയോ ചെയ്യാം, അത് അഖിൽമാരാരുടെ ഇഷ്ടം, അത് പോട്ടെ. അപ്പോൾ എനിക്ക് പറഞ്ഞു വരാനുള്ളത്, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നമുക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ കൂടി ഉള്ളതുകൊണ്ട് എന്തിനെപ്പറ്റിയും, നമുക്ക് സൂര്യൻ താഴെയുള്ള എന്തിനെപ്പറ്റിയും ആർക്കും അഭിപ്രായം പറയാവുന്ന ഒരു രാജ്യത്താണ് ഭാഗ്യവശാൽ നമ്മളെല്ലാവരും ജനിച്ചതും ഇപ്പോൾ ജീവിക്കുന്നതും. ഞാനിപ്പോൾ ആ രാജ്യത്തല്ല, പക്ഷേ അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് അറിയാം നമ്മുടെ രാജ്യത്ത് ആ ഒരു സ്വാതന്ത്ര്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. പല രാജ്യങ്ങളിലും ആ ഒരു സ്വാതന്ത്ര്യം ഇല്ല. പക്ഷേ നമ്മൾ ആ ഒരു സ്വാതന്ത്ര്യം വിനിയോഗിക്കുമ്പോൾ കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആവണം എന്നുള്ളതാണ്. അഖിൽമാരാരെ പോലെയൊക്കെയുള്ള സെലിബ്രിറ്റികളെ കേൾക്കാൻ ലക്ഷക്കണക്കിന് ആളുകൾ, അദ്ദേഹത്തെ ആരാധിക്കുന്ന ധാരാളം ആളുകളുണ്ട്. നമ്മളപ്പോൾ അതുകൊണ്ട് ഈ ഇൻ്റർവ്യൂവിലൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്താണ് പറയുന്നത് എന്നുള്ളത് ഒന്ന് ആലോചിച്ചിട്ട് വേണം പറയാൻ. ഇത്തരത്തിൽ വളരെ ലാഘവത്തോടു കൂടി പ്രസവത്തെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ഭാര്യയുടെ പ്രസവങ്ങളൊക്കെ നടത്തിയത് വളരെ സേഫായിട്ട് ആശുപത്രിയിലായിരിക്കും. പക്ഷേ നിങ്ങളെ കേട്ടിട്ട് ചിലപ്പോൾ നാളെ ഇത് അന്ധമായിട്ട് ഈ എൻജോയ്മെന്റ്, ഇത്ര എൻജോയ്മെന്റ് ഉള്ള ഒരു പരിപാടിയായിരുന്നല്ലേ, നമ്മുടെ ആശുപത്രിക്കാർ എന്ത് കൊടും പാതകമാണ് ചെയ്യുന്നത്, ഇത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആക്കിയല്ലേ എന്നൊക്കെ കരുതി നിങ്ങളെ അന്ധമായി ഫോളോ ചെയ്യുന്ന ഒരാളെങ്കിലും ചിലപ്പോൾ ഈ എൻജോയ്മെന്റ് ഭാര്യയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ഭാര്യയുടെയും ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെയും ജീവൻ വരെ അപകടത്തിലായേക്കാം. അപ്പോൾ സെലിബ്രിറ്റികളെ കുറച്ചുകൂടിയൊക്കെ റെസ്പോൺസിബിൾ ആയിട്ട് സംസാരിക്കണം എന്നുള്ളതാണ് എൻ്റെ ചെറിയ ഒരു വിനീതമായ അപേക്ഷ. ഇനി നമുക്ക് പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരാം. ഒരു ചോദ്യം കൂടി ആക്ച്വലി ഉണ്ടായിരുന്നു കേട്ടോ, അത് മറന്നുപോയി. അതിൽ അഖിൽമാരാർ ഈ പ്രസവിച്ച് കഴിഞ്ഞ് ഏതൊക്കെയോ മുതുമുത്തശ്ശിമാർ പ്രസവിച്ച് കഴിഞ്ഞ് പോയിട്ട് അരി കുത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അഖിൽമാരാരുടെ ഭാര്യ പ്രസവം കഴിഞ്ഞ് എത്ര ചാക്ക അരി കുത്തി എന്ന് അറിയാൻ കൂടി എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ചോദ്യം സത്യത്തിൽ ഞാൻ മറന്നുപോയതാണ്. 4 ചോദ്യത്തിൽ 4ാമത്തെ ചോദ്യം അതായിരുന്നു, അഖിൽമാരാരുടെ ഭാര്യ എത്ര അരി കുത്തി പ്രസവം കഴിഞ്ഞിട്ട്. നോക്കൂ, ഇതൊക്കെ പറയാൻ മാത്രമേ പറ്റൂ. ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക, വാചകടിക്കാൻ മാത്രം പറ്റുന്ന കാര്യങ്ങളാണ്. പ്രസവം എന്ന് പറയുന്നത് അഖിൽമാരാർ സ്വന്തം ഭാര്യയോടൊന്ന് ചോദിച്ചു നോക്കിയാൽ മതി. ഞാനും പ്രസവിച്ച ഒരാളാണ്. അതിനേക്കാൾ ഉപരി ഞാൻ പ്രസവം ദൈനംദിന ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ ഗൈനക്കോളജിസ്റ്റ് അല്ല, പക്ഷെ ഒരു നിയോനാറ്റോളജിസ്റ്റ് ആണ്. അതായത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രസവങ്ങൾ നമ്മൾ അടുത്ത് നിന്ന് അറ്റൻഡ് ചെയ്ത് ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങുന്ന ഡോക്ടറാണ് ഞാൻ. അപ്പം അതുകൊണ്ട് എത്രയോ ആയിരക്കണക്കിന് പ്രസവങ്ങൾ കണ്ട ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണ്. അല്ലെങ്കിൽ അതൊന്നും നിങ്ങൾ കണക്കാക്കണ്ട, ഒരു കുഞ്ഞിനെ പ്രസവിച്ച എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണെന്ന് വെച്ചോളൂ. സാധാരണ നോർമൽ പ്രസവമായിരുന്നു എൻ്റെ. പ്രസവിച്ച എല്ലാ സ്ത്രീകൾക്കും പറയാനുള്ള കഥ ഒന്ന് തന്നെയാണ്. ഈ പറയുന്ന ഒരു എൻജോയ്മെൻറ്റും ഈ പറയുന്ന ഒരു സുഖവും സുഖപ്രസവത്തിലും ഇല്ല, സിസേറിയനിൽ അത്രയ്ക്കുമില്ല. അത്ര കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഓരോ സ്ത്രീയും ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്. അത് ആ പ്രസവ പ്രക്രിയ മാത്രമല്ല, ആ 9 മാസവും എന്തൊക്കെ തരത്തിലുള്ള കഷ്ടപ്പാടുകൾ ഒരു സ്ത്രീ അനുഭവിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്ന് പ്രസവിച്ച സ്ത്രീകളോട് തന്നെ ചോദിക്കണം. അതിനേക്കാൾ ഉപരി ആ കുഞ്ഞിനെ ഒന്ന് പുറത്തേക്ക്, ആ പ്രസവ പ്രക്രിയ, ഡെലിവറി എന്ന് പറയുന്ന, അതിപ്പോൾ നോർമൽ ലേബർ ആവട്ടെ സിസേറിയൻ ആവട്ടെ, ഏത് തരം ഡെലിവറി ആണെങ്കിലും ആ ഒരു അനുഭവം ഒരു സ്ത്രീക്കും അത്ര സുഗമമല്ല. പിന്നെ നമ്മൾ ഈ പറയുന്ന എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ മറക്കും. എപ്പോഴാണെന്നറിയോ? ആ കുഞ്ഞിൻ്റെ മുഖം കാണുന്ന ആ ഒരു സന്ദർഭത്തിൽ, ആ ഒരു നിമിഷത്തിൽ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ പാപ്പുവിൻ്റെ മുഖം ഞാൻ ആദ്യമായിട്ട് കണ്ടത്. അത് കണ്ടപ്പോൾ അതുവരെയുള്ള വേദനകളും പരാധീനതകളും വിഷമങ്ങളും ക്ഷീണവും ഒക്കെ അത് ആ ഒരു അമ്മയുടെ മനസ്സുകൊണ്ടാണ്. അല്ലാതെ
നമ്മുടെ ശരീരത്തിനും നമ്മുടെ ആകെ മൊത്തം നമ്മുടെ ജീവിതത്തിന് വരുന്ന, ഇനിയിപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിട്ട് ശരീരത്തിന് മാത്രമാണോ മാറ്റങ്ങൾ വരുന്നത്? അത്ര കാലം നമ്മൾ എടുത്തുകൊണ്ടിരുന്നിരുന്ന ജോലി ചിലപ്പോൾ അവർക്ക് നഷ്ടപ്പെടും. ഗ്യാപ്പ് വന്നു എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കും. കരിയർ ബ്രേക്ക് വരും. എത്ര കാലത്തെ കഷ്ടപ്പാടാണ്. ഈ കുഞ്ഞിനെ, ഇനി പ്രസവിച്ച് കഴിഞ്ഞ കുട്ടിയെ കൈക്കുഞ്ഞുമായിട്ടൊന്ന് ജീവിച്ച് നോക്കിയിട്ടുണ്ടോ? ആദ്യത്തെ ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഇനി എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ കൂടെ സഹായിക്കാനുണ്ട്, ഭർത്താവുണ്ട്, ഭർത്താവിൻ്റെ അമ്മയുണ്ട്, സ്വന്തം അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരിയുണ്ട്, ആരൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് ആ അമ്മ തന്നെയായിരിക്കും. എത്രയോ രാത്രികൾ നമുക്ക് ഉറങ്ങാൻ സാധിക്കില്ല. നമ്മൾ വല്ല ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് ഒരു നവജാത ശിശുവിനെയും കൊണ്ട് ജീവിക്കുന്ന ഒരു അമ്മ ജീവിക്കുന്നത്. ഇത് ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ദിവസങ്ങളോളം ഉറങ്ങാൻ പറ്റാതെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നിന്ന ഞാൻ അങ്ങനെ തലചുറ്റി വീണത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ ഇത്രത്തോളം അവനവൻ അനുഭവിക്കാത്ത എല്ലാം നമുക്ക് കെട്ടുകഥകളാണ് എന്ന് പറയുന്ന പോലെയാണ്. അവനവൻ അനുഭവിക്കാത്ത ഈ പ്രസവം എന്ന് പറയുന്ന പ്രക്രിയ ഇങ്ങനെ ഇരുന്ന് വാചകടിച്ച് ലഘൂകരിച്ച് തള്ളേണ്ട ഒന്നല്ല. ഇതിൻ്റെ അബദ്ധം എന്ന് പറയുന്നത്, ഇങ്ങനെ കേട്ട് കുറച്ചു മുമ്പേ വീട്ടിലെ പ്രസവങ്ങളും ഈ പറയുന്ന അക്യൂപങ്ക്ചർ പ്രസവങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ അതിനെതിരെ വളരെയധികം നിശിതമായി വിമർശിച്ചുകൊണ്ട് എത്രയോ ടോക്കുകൾ ഇട്ട ആളാണ്. അന്ന് പലരും എൻ്റെ താഴെ വന്ന് പറഞ്ഞ ഒരു വിമർശനമാണ്, ഡോക്ടർ ഒരു കമ്മ്യൂണിറ്റിയെ, ഒരു മതക്കാരെ മാത്രം കൊള്ളിച്ചുകൊണ്ട് സംസാരിക്കുന്നു എന്നുള്ളത്. ഞാൻ അന്ന് അതിന് ഒരു ഉത്തരവും പറഞ്ഞില്ല. കാര്യം അതിനൊന്നും ഉത്തരം കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ മതവും ജാതിയും നോക്കിയിട്ടല്ല സംസാരിക്കാറുള്ളത്. അപ്പോൾ ഒരു മതത്തിനെയും പ്രത്യേകിച്ചിട്ട് ഞാൻ കുറ്റം പറഞ്ഞുകൊണ്ടുമല്ല അന്ന് സംസാരിച്ചത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇതിൽ ജാതിയും മതമൊന്നും ഇല്ല. ഇങ്ങനത്തെ പൊട്ടത്തരങ്ങൾ തലയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ജാതിയും ഇല്ല, മതവും ഇല്ല. എല്ലാ മതത്തിൽപ്പെട്ട ആളുകളുടെ ഇടയിലും ഇങ്ങനെയുള്ള അബദ്ധ ധാരണകളുണ്ട്. അതായത് ഈ പ്രസവം എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ എല്ലാ ജന്തുക്കളും പ്രസവിക്കുന്ന പോലെ സ്ത്രീകൾക്കും പ്രസവിക്കാൻ പറ്റും, ഒരു കോംപ്ലിക്കേഷനും ഇല്ല, ഇതെല്ലാം ആശുപത്രിക്കാരും ഡോക്ടർമാരും പറഞ്ഞുണ്ടാക്കുന്നതാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ ജീവിക്കുന്ന എത്രയോ ആളുകൾ എല്ലാ മതത്തിലുണ്ട്. അപ്പോൾ ഇപ്പം ആ ഒരു നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറിയല്ലോ, ഞാൻ ഒരു മതത്തിനെ മാത്രം കുറ്റം പറയുന്നു. അല്ല, എല്ലാ മതത്തിലും ഈ അസുഖമുള്ള ആളുകളുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. അത്ര എൻജോയബിൾ ആയിട്ടുള്ള സംഭവമൊന്നും അല്ല മനുഷ്യന്മാരിലെ പ്രസവം. അതിപ്പോൾ ഏത് ജീവികളുടെ പ്രസവം എടുത്താലും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. പിന്നെ പല ജീവികളും പ്രസവിക്കുന്നില്ല, അതുപോലെ മനുഷ്യനും പ്രസവിച്ചുകൂടെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെയുള്ള ഉത്തരങ്ങൾ ഞാൻ ഇതിന് മുമ്പേയുള്ള ടോക്കുകളിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന് കാലക്രമേണ പരിണാമത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ, സ്ത്രീ ശരീരത്തിന്റെ പെൽവിസ് എത്രത്തോളം ഇങ്ങനെ നാരോ ഡൗൺ ആയിപ്പോയി, കുഞ്ഞിന്റെ തല വലുതായി, നമുക്ക് ബുദ്ധിവികാസം സംഭവിച്ചപ്പോൾ കുഞ്ഞിന്റെ തല വലുതായി, എന്നാൽ തല പുറത്തേക്ക് വരുന്ന പെൽവിക് ഔട്ട്ലെറ്റ് സ്ത്രീകളുടെ കാലക്രമേണ നമ്മൾ നിവർന്നു നിൽക്കാൻ തുടങ്ങിയപ്പോൾ അത് ചുരുങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒബ്സ്ട്രക്റ്റഡ് ലേബർ, ആ ഡെലിവറിയുടെ പ്രോസസ്സിൽ പലപ്പോഴും കുഞ്ഞ് ഇതിൽ പെട്ടുപോകാനുള്ള അല്ലെങ്കിൽ കുടുങ്ങിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടൊക്കെ കൂടിയാണ് നമുക്ക് പലപ്പോഴും സിസേറിയനും അല്ലെങ്കിൽ ഫോർസെപ്സ് ഡെലിവറി, വാക്യൂം ഡെലിവറി ഒക്കെ ആവശ്യമായി വരുന്നത്. പിന്നെ അതിനേക്കാളൊക്കെ ഉപരി നിങ്ങളുടെ പഴയ അരികുത്തിയ കഥ പറയുന്നുണ്ടല്ലോ, ഞാൻ ഇതും പല തവണ പറഞ്ഞ കാര്യമാണ്. നിങ്ങളുടെ മുത്തശ്ശിമാരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുക, വീട്ടിലൊക്കെ 2-3 തലമുറ മുകളിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കാലത്തൊക്കെ പ്രസവത്തിൽ എത്ര സ്ത്രീകൾ മരണപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ഒന്ന് ചോദിച്ചു നോക്കൂ. ഇന്നത്തെ കാലഘട്ടത്തിൽ ലക്ഷക്കണക്കിന് ഡെലിവറികൾ നടക്കുമ്പോൾ ഒരു സ്ത്രീ മരണപ്പെട്ടാൽ പോലും അത് എത്ര വലിയൊരു പ്രശ്നം നമ്മളാക്കാറുണ്ട് അല്ലേ? ഒരു അമ്മയുടെ മരണമോ ഒരു കുഞ്ഞിന്റെ മരണമോ പോലും നമുക്കിന്ന് സ്വീകാര്യമല്ല, ലക്ഷക്കണക്കിന് ഡെലിവറികൾ നടക്കുമ്പോൾ. എന്നാൽ 3-4 തലമുറകൾക്ക് മുമ്പേ എത്രയോ സ്ത്രീകളും എത്രയോ കുഞ്ഞുങ്ങളും പ്രസവത്തിൽ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന പണ്ടത്തെ കാലത്തെ റൊമാൻറ്റിസൈസ് ചെയ്യുമ്പോൾ അതും ആ കാലവും ഈ കാലവും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. നമ്മൾ ജീവിക്കുന്നത് ഈ പറയുന്ന 2026 എന്നൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ, കേട്ടോ. അപ്പം അതുകൊണ്ട് പണ്ടത്തെ മുത്തശ്ശി പോയിട്ട് അരികുത്തിയ കഥയൊക്കെ നമുക്കിങ്ങനെ വെടിപറഞ്ഞിരിക്കാനേ പറ്റൂ. ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ ആരും സ്വന്തം ഭാര്യ, ഞാൻ പലരും പറഞ്ഞു കേട്ടു പണ്ട് കാലത്ത് അത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഗതികേട് കൊണ്ടാണ്. കാരണം അന്ന് അത്രയും ദാരിദ്ര്യമാണ്, പ്രസവിച്ച് കിടക്കാൻ പറ്റാത്ത ഗതികേട് കൊണ്ട് പല സ്ത്രീകളും പോയി ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ അത് വെച്ചിട്ട് ഇന്നത്തെ നിങ്ങളുടെ ഭാര്യമാര് പോയിട്ട് അരി കുത്തണം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ലോജിക് ഉണ്ടോ? അപ്പം ഇത്രയൊക്കെ പറയാനുള്ളൂ. പ്ലീസ്, നമുക്ക് ഇന്റർവ്യൂവിൽ എന്ത് വേണമെങ്കിൽ ഇരുന്ന് പറയാം, പക്ഷേ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെയൊക്കെ അഭിപ്രായം പറയുമ്പോൾ കുറച്ചുകൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, കേട്ടോ. അപ്പം ശരി, ബൈ.